ഈ മാതാപിതാക്കളുടെ 3 PhD ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഇനി അവരവരുടെ കാര്യങ്ങൾ പറയും, എങ്ങനെയാണ് അവർ ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് കൊടുത്തത്. എനിക്കൊന്ന് വീട്ടിലെ ആദ്യത്തെ PhD സൂരജിൻ്റെയാണ്, ധനസൂരജ്. ഇത് അങ്ങനെയാണ് കേട്ടോ, ധനസുമോദ്, ധനസുർജിത്ത് ഇളയാളാണ്, ഇത് രണ്ടാമത്തെ ആളാണ്, കണ്ട മൂത്ത ആളാണെന്നേ തോന്നുള്ളൂ. ധനസൂരജ്. പിന്നെ അപ്പം ധനസൂരജ് ആദ്യത്തെ PhD പറഞ്ഞു തുടങ്ങാം. PhD ഏകദേശം ഒരു 7 വർഷത്തോളം എടുത്തു കംപ്ലീറ്റ് ആക്കാനായിട്ട്. അത് കൂടുതലും പിന്നെ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ് JRF ആയിരുന്നു PhD ചെയ്തുകൊണ്ട്. അതുകൊണ്ട് PhD പീരീഡൊന്നും വലിയ സ്ട്രഗിൾ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. എന്നാലും അതുവരെയുള്ളതായിരുന്നു ശരിക്കും നമുക്ക് ലൈഫിൽ സ്ട്രഗിളായിട്ടൊക്കെ തോന്നിയത്. ആ സമയത്ത് അത് തോന്നിയിട്ടില്ല. കാര്യം നമുക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ട് വീട്ടിൽ നിന്നൊക്കെ ഏത് കാര്യത്തിനും. അങ്ങനെ എൻ്റെ ഗൈഡ് ഒരു സതീഷ് മുണ്ടയൂർ എന്ന് പറയുന്ന സാറിൻ്റെ ആയിരുന്നു. ഇപ്പോൾ 2014 ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതലും ഒരു മൾട്ടി ഡിസിപ്ലിൻ റിസർച്ച് യൂണിറ്റ് എന്ന് പറയുന്ന ലാബാണ്, സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് ലാബാണ്. എന്തായിരുന്നു PhD വിഷയം? എന്തായിരുന്നു, ഇതിലാണ് PhD ക്ഷയരോഗം, ട്യൂബർക്ലോസിസിൻ്റെ ഒരു വാക്സിൻ ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു അത്. അപ്പോൾ അത് ആനിമൽ മോഡൽസിൽ വാക്സിൻ ഡെലിവറി സിസ്റ്റം ഇഞ്ചെക്ട് ചെയ്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റഡി, അങ്ങനെ കുറച്ച് സമയമെടുത്ത പരിപാടിയായിരുന്നു. കാര്യം അതൊരു ഡിസൈൻഡ് പ്രോജക്റ്റ് ഇല്ലായിരുന്നു. പൊതുവേ നമ്മൾ PhD 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഡിസൈഡ് സാധനം ചെയ്യുന്നത് പെട്ടെന്ന് കഴിഞ്ഞ് പോകും, 3 വർഷം കൊണ്ടൊക്കെ തീരും. പക്ഷെ ഇത് നമ്മൾ ചെന്നിട്ട് സാറാണെങ്കിൽ നല്ലൊരു ഫ്രീഡം തരുന്ന ഒരാളായിരുന്നു. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ. അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്തു വരുമ്പോൾ നമുക്ക് മിക്കവാറും ഒരു കൺസെപ്റ്റിലായിരിക്കും തുടങ്ങുന്നത്. പിന്നെ കൂടുതൽ വായിച്ച് വരുമ്പോഴായിരിക്കും ഇതൊന്നും സംഗതി ഇതൊന്നും അല്ല, വേറൊരു സംഗതിയായിരുന്നു. അപ്പോൾ അവർ തിരിച്ചറിവ് ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് പീരീഡ് തന്നെയായിരുന്നത്. ശരിക്കും സൂരജ് ലക്ഷ്യം വെച്ചിരുന്നത് PhD ആണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? എങ്ങനെയായിരുന്നു ഒരു പഠനത്തിൻ്റെ ഒരു രീതി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും PhD എന്താണെന്നോ അങ്ങനെ ഒരു ധാരണ നമുക്ക് കൊച്ചിലെ തൊട്ടേ ഇല്ല. കാര്യം ഒരു കരിയർ ഗൈഡൻസ് അങ്ങനെ പോലെ സംവിധാനമൊന്നും ആ സമയത്ത് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ അറിവുള്ള ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു ആ രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചുറ്റോട്ടമുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ പല ജോബിൽ ചെയ്യുന്ന ആൾക്കാരുടെ തിരക്ക് എന്താണ് ഇങ്ങനെ പോവുക. പിന്നെ നമ്മുടെ അധ്യാപകർ അവർ പറയുന്നത് ആ രീതിയിലായിരുന്നു പോയത്. അപ്പോൾ പ്രത്യേകിച്ച് അച്ഛനും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുമോ, ടോപ്പ് ലെവൽ വരെ പഠിപ്പിക്കാൻ പറ്റുമോ അത് ചെയ്യാം അതിന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഏതാണ് ഏറ്റവും ടോപ്പ് ഡിഗ്രി ചെയ്യാൻ പറ്റുക, ഇപ്പോൾ ഒരു PhD ആണ്. പിന്നെ അതിലേക്ക് പോവുകയാണ്. സൂരജിനൊരു ഡോക്ടറായി കാണണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സൂരജിന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അച്ഛനമ്മമാരുടെ ആഗ്രഹമാണല്ലോ നമ്മൾ നോക്കുന്നത് എപ്പോഴും. അപ്പോൾ അതിന് പ്രീ ഡിഗ്രി ആയിരുന്ന സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ അത്ര മറ്റേ MBBS ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ, അതിലേക്ക് വന്നില്ല ശരിക്കും. അപ്പോൾ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. പിന്നെ റാങ്ക് കുറച്ചുകൂടി കയറി. പിന്നെ ഞാൻ വിചാരിച്ചു തേർഡ് ടൈമിൽ BSc ചേർന്നുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ BSc ചേർന്നുകൊണ്ട് ചെയ്തു. പക്ഷേ BSc ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഒരു സൈഡായിട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ BSc MSc പിന്നെ PhDയിലേക്ക് പോയി. അങ്ങനെ എപ്പോഴും ആ റിസർച്ച് തുടരുകയാണോ, അങ്ങനെയാണോ? അതേപോലെ തന്നെ റിസർച്ച്, പക്ഷേ ടോപ്പിക്കകത്തല്ല, വേറെ ഫീൽഡിലേക്ക്. എനിക്ക് മെഡിക്കൽ ഡോക്ടറെ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ തിരിച്ച് എനിക്ക് ആ മെഡിക്കൽ ഫീൽഡിലേക്ക് വരാൻ പറ്റും PhD കഴിഞ്ഞപ്പോൾ. ട്യൂബർക്ലോസിസ് എന്നൊരു ഫീൽഡായിരുന്നു. പിന്നീട് ഞാൻ ശ്രീത്രയിൽ 1 വർഷത്തോളം ഒരു ടിഷ്യൂ എഞ്ചിനീയറിംഗ് ലാബിലുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കൊരു ഇങ്ങനെ കിടപ്പുണ്ടല്ലോ ആകാംക്ഷ. അപ്പോൾ അങ്ങനെ ഒരു അവസരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടി. അങ്ങനെ വന്ന് അവിടെ തുടങ്ങും. ഞാൻ കേട്ടിരിക്കുന്ന ഒരു റാങ്കുകാരനൊക്കെയാണോ? അതെ. ശരിക്കും അതാണ് ഈ PhDയിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വന്നത്. കാര്യം അല്ലെങ്കിൽ ഞാൻ ഒരു CSIR MSc കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് റിസർച്ച് എന്താണെന്നോ CSIR സെക്കൻഡ് റാങ്ക്, യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴും എനിക്ക് ശരിക്കും PhD എന്താണെന്നോ കാര്യം ആ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ MSc ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PhD എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയാണ് അതിൻ്റെ ഗേറ്റ് വേ. അത് PhD ഉണ്ടെന്ന് അറിയാം, എന്നാലും അതിലെങ്ങനെ ഫെലോഷിപ്പോടെ നേടാമെന്നുള്ളൊരു സംഗതി അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, സ്പെഷ്യലി ഷീല ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ വിളിക്കുന്ന, രാവിലെ വിളിച്ചതേ ഉള്ളൂ എന്തായി കാര്യങ്ങളെന്ന്. അമ്മയെ പറഞ്ഞത് അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം തീർച്ചയായും ടീച്ചറിനോടാണ്. അപ്പോൾ ടീച്ചർ തന്നെ മുൻകൈ എടുത്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർത്ത് തിരുവനന്തപുരത്ത്. അവിടെ എൻ്റെ ഒരു ടീച്ചറിൻ്റെ തന്നെ സാറ്, ഒരു മോഹൻ സാർ എന്ന് പറയുന്ന സാറിപ്പോൾ മരിച്ചുപോയി. ശരിക്കും അവരൊക്കെ നമ്മുടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കയ്യൊപ്പ് അവരെയൊക്കെയാണ് നമ്മൾ കടപ്പാട്ടിരിക്കുന്നത് ശരിക്കും. സാർ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ സാറിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു ഒരു 6 മാസത്തോളം. അപ്പോൾ
ശരിക്കും അപ്പോഴും ടെൻഷൻ കൂടി, കാര്യം ഇത്ര പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ എനിക്ക് സക്സസ്ഫുള്ളി നെറ്റ് ക്ലിയറായി, വിത്ത് JRF കിട്ടി. പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഈവൻ എന്താ പറയുക, ലൈഫിൽ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും മാക്സിമം സത്യസന്ധതയോടെ നിൽക്കണം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല. കാര്യം അത് കാണിച്ചു തരികയാണ് ജീവിതത്തിൽ കൂടി. പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ചെയ്യുന്നോ അതൊക്കെ കിട്ടിയോ? പോസ്റ്റ് ഡോക്ടറിൽ ശരിക്കും PhD ആണ് ശരിക്കും ടോപ്പ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. പോസ്റ്റ് ഡോക്ടർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. പക്ഷേ പോസ്റ്റ് ഡോക്ക് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ശ്രീത്ര 1 വർഷം. അത് കഴിഞ്ഞപ്പോൾ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ശരിക്കും സയൻറ്റിസ്റ്റ് തന്നെയാണ്. ശരിക്കും സയൻറ്റിസ്റ്റ് ആണല്ലേ? കുടുംബമൊക്കെ? വൈഫ് നേവൽ ബേസിൽ വർക്ക് ചെയ്യുന്നു, ഷാരിമോളാണ്. പിന്നെ 2 കുട്ടികളുണ്ട്. മൂത്തയാൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ്, ബിഷപ്പ് മൂട്ടിലാണ്. മയൂഖ് എന്നാണ് പേര്. അനിയൻ അക്ഷിത്, 1 വയസ്സേ ആയുള്ളൂ. സുർജിത്തിൻ്റെ PhD ഒരു PhD അല്ല, ഒരു 1.5 PhD അത് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ഒരു വിഷയം? എന്തായിരുന്നു? ആരായിരുന്നു ഗൈഡ്? പ്രധാന പ്രചോദനങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ശരിക്കും ഞാൻ ഇവരെ ചേട്ടന്മാരെ തെളിച്ച പാത കുറച്ചുകൂടെ എളുപ്പമായി എന്ന് വിചാരിച്ചു പോയതാണ്. കാര്യം റിസർച്ചിൻ്റെ മേഖലയിലേക്ക് കടന്നു. മൂതിയായിട്ടാണെങ്കിൽ ഈ MPhil ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ 2008 കഴിഞ്ഞ് പിന്നെ 2009 MPhil ചെയ്യുന്നത്. MPhil ഒരു മിനി റിസർച്ച് എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹയർ എന്ന രീതിയിലേക്കാണ് റിസർച്ച് പോകുക എന്നുള്ള കാര്യം. അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ചേട്ടൻ അവിടെ PhDയിൽ ഏറ്റവും അവസാനം ഫിനിഷ് എന്ന രൂപത്തിലേക്ക് മാറുന്നു. പിന്നെ വെല്ലുവിളികളാണ്. കാര്യം നാട്ടുകാർ ചോദിക്കും, പിന്നെ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു ചേട്ടൻ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം എൻ്റെ കയ്യിൽ കൺഫ്യൂഷൻ ഉണ്ടായി. കാര്യം സയൻസാണ് +2 എടുത്തത്. അപ്പോൾ സയൻസിൻ്റെ രീതിയിൽ പോകണോ അതോ സംസ്കൃതം ചേർന്നെടുത്തു. സംസ്കൃതത്തിലേക്ക് ഞാൻ സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നതെന്നാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. കാര്യം നമ്മളൊരു സ്ഥലത്തേക്ക് തന്നെ യാദൃച്ഛികമായിട്ട് എഴുതിയിട്ടൊന്നുമല്ല, അതിൻ്റെ ഒപ്പം തന്നെ പോകുന്നു എന്ന് എനിക്കറിയില്ല. കാര്യം ആ സംസ്കൃത ഭാഷയുടെ ഒപ്പം തന്നെ പോകുന്നൊരു രീതിയാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഇപ്പോഴും കാണുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്തിരിക്കുന്നത് മഹാകവി ഭാസൻ, കാളിദാസന് പോലും പ്രചോദനമേകിയ ഭാസൻ്റെ മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 6 നാടകങ്ങളെ പറ്റിയിട്ടുള്ളതായിരുന്നു. പ്രൊഫസർ CS ശശികുമാർ സാറാണ് എൻ്റെ ഗൈഡായിട്ട്. സാർ ഇവിടെ തിരുവനന്തപുരം സെൻട്രലിലെ പ്രൊഫസറാണ്. അതെ, തിരുവനന്തപുരം സെൻട്രലിലാണ്. അപ്പോൾ പിന്നെ ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രാരാബ്ദങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചത് നീ പഠിക്കണോ അതോ ജോലി ചെയ്യണോ എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ ആയില്ലേ, ഇനി കുറച്ചുകൂടെ നീന്താം എന്നുള്ള വിചാരത്തിലേക്ക്. എന്നാൽ റിസർച്ച് എന്ന് പറയുന്നത് വളരെ ലഹരിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറുന്നുണ്ട്. കാര്യം PhD ചെയ്യുന്ന സമയത്താണ് എനിക്ക് ശരിക്കും ഇന്ത്യയെ കണ്ടറിയുക എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഒരു നാഷണൽ സെമിനാർ ഉണ്ടാകും, ഇൻ്റർനാഷണൽ സെമിനാർ ഉണ്ടാകും. അപ്പോൾ യാത്രകളാണ് മുഴുവനും. ധാരാളം സ്കോളേഴ്സിനെയൊക്കെ പറ്റി കണ്ട് സംസാരിക്കേണ്ട അവസരം. അതിന് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ സത്യവ്രത ശാസ്ത്രി എന്ന് പറയുന്നത് ഞാനിവിടെ പുരസ്കാരം കിട്ടിയ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറഞ്ഞ ഏറ്റവും വലിയ മഹാപണ്ഡിതനായിട്ടുള്ള ആളോട് സംസാരിക്കാൻ പറ്റിയെന്നുള്ള കാര്യം സാധിപ്പില്ല, മരിച്ചുപോയി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് റിസർച്ച് എന്നുള്ള കാര്യം പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഗവേഷണം എന്ന് പറയുന്നത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടാണോ അറിവ് നേടുന്നതാണെന്നൊരു കൺഫ്യൂഷൻ എൻ്റെ അകത്തേക്ക് കൂടെ വരും. അപ്പോൾ നിരന്തരമായിട്ടുള്ള വർക്കിംഗ് ആയിരുന്നു അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഇതിന് കലാമണ്ഡലത്തിന് മുമ്പ് വൈസ് ചാൻസലർ ആയിരുന്നു പൗലോസ് സാറാണ്, KG പൗലോസ് സാർ. സാറ് ഇതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നു. എപ്പോഴും സാർ എപ്പം കണ്ടു ഞാൻ സാർ ചോദിക്കും ഇവിടെ അതായോ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയും. പിന്നെ CM നീലകണ്ഠൻ സാറ്, നേരത്തെ ധർമ്മരാജ് അട്ടൻ മാഷ് സാറൊക്കെയാണ് ഇത് റിസർച്ച് ചെയ്തേ പറ്റുള്ളൂ നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുന്നത്. പിന്നെ PV നാരായണൻ മൂത്തയേട്ടൻ്റെ ഗൈഡാണ്. അത് ഒരു നല്ലൊരു ആത്മബന്ധമാണ്. അത് എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ നമ്മൾ പറഞ്ഞു പോലും അറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അദ്ദേഹം നല്ലതുപോലെ പ്രചോദനം ചെയ്തിട്ടുണ്ട്. എത്ര നാളെടുത്തു ഏകദേശം ഇത്? ഏകദേശം പറഞ്ഞ പോലെ 7 വർഷത്തിൻ്റെ അടുത്ത് എടുത്തു. കാര്യം കറക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ കറക്ഷൻ്റെ അകത്ത് കുറേ ദേവദാസ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പഠിച്ച സമയത്തും ഉണ്ട്, സാർ പഠിപ്പിച്ച സമയത്തും ഉണ്ട്. പിന്നെ അത് കൂട്ടായി സാറിൻ്റെ അടുത്ത് പോയി ഒരു ചാപ്റ്റർ തന്നെ 6 മാസത്തോളം എടുത്തുകൊണ്ട് കറക്ഷനൊക്കെ വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടു. ഇത് അവാർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒരേ സമയത്ത് തന്നെ പാർട്ട് ടൈമായിട്ട് മാറിയായിരുന്നു പിന്നെ ചെയ്തിപ്പോൾ. അപ്പോൾ എന്താ പറയുക, ഫെലോഷിപ്പോടുകൂടിയാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2013 കഴിഞ്ഞപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആയി. അതിനുശേഷം തുറൂർ പ്രാദേശിക കേന്ദ്രത്തിൽ എന്നെ അതേറ്റവും വലിയ ഭാഗ്യം സെൻട്രലിൽ എന്നെ പഠിപ്പിച്ച് എൻ്റെ അധ്യാപകരൊപ്പം നിന്ന് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള ഒരു മഹാഭാഗ്യം എൻ്റെ ഡോക്ടർ L സുധർമണി എന്നൊരു ടീച്ചറാണ്. ടീച്ചറെ എല്ലാത്തിനും അത് അടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ BA കഴിഞ്ഞാൽ MA കഴിഞ്ഞാൽ ഇതിനപ്പുറം കുറേ ലോകങ്ങളുണ്ടെന്ന് ടീച്ചർ
തിരികത്തിച്ച് വരുമെന്ന് പറയുമ്പോൾ ബാക്കിയൊക്കെ ഞാൻ കത്തിപ്പടന്ന് കയറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിൻ്റെ തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രം വഞ്ചിയൂരുള്ള. അതെ വഞ്ചിയൂർ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്കും പറയാനുള്ള കാര്യം ഇങ്ങനെയുള്ള അച്ഛനമ്മമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും വിദ്യാർത്ഥികൾ, ഞാൻ പറയുന്ന വിദ്യാർത്ഥികൾ കുറച്ച് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വേണം, എന്നാലേ എന്തെന്ന് നമ്മളെന്തെന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരനുഭവിച്ച കഷ്ടപ്പാടെന്ന് പറയാൻ അവർക്ക് പഠിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ആ സമയത്തൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. ഓരോ അച്ഛനമ്മമാരും അവർക്ക് കിട്ടാതെ പോയതോ അവരാഗ്രഹിച്ച പൊസിഷനിലേക്ക് എത്താതെ പോയതോ മക്കളിലൂടെ നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എത്തിയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങൾക്ക് അവരുടെ ഒരു സന്തോഷം, ഒരു ചിരി, ഒരു മനസ്സറിഞ്ഞുള്ളൊരു ചിരി, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില നിശ്ചയദാർഢ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ അച്ഛനമ്മമാരിൽ നിന്ന് പഠിക്കുന്നൊരു കാര്യങ്ങളാണ്, നമ്മളൊരു കാര്യത്തിലേക്ക് തീരുമാനിച്ച് ഇറങ്ങുകയാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. ഒരു വാക്ക് പറയുകയാണെങ്കിൽ വാക്ക് പാലിക്കുക എന്നുള്ള കാര്യം, സത്യസന്ധമായിട്ട് ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ട കാര്യം. ചേട്ടൻ പറഞ്ഞ പോലെ ലഹരി മുക്തമായിട്ടുള്ള ഒരു കേരളം എന്ന് പറയുന്ന പോലെ ലഹരി മുക്തമായിട്ടുള്ള ജീവിതമാക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാനം അച്ഛനും അമ്മയും തന്നെയാണ്. ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു മോട്ടിവേഷൻ തന്നെയാണ് അവരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത് ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. കാര്യം നമുക്ക് പൊതുസ്ഥലത്ത് നിന്ന് വീട് വിട്ട് പോകുമ്പോൾ തന്നെ അവർക്കൊരു വിശ്വാസക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പെരുമാറാനൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. കുട്ടിക്കാലത്ത് സുർജിത്തിൻ്റെ ആഗ്രഹം എന്താകണമെന്നായിരുന്നു? അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ സർവീസിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ശ്രമം നടത്തിയായിരുന്നു. പക്ഷേ സിവിൽ സർവീസ്, അതെ, അതിനുവേണ്ടി മാത്രം കുത്തിയിരുന്ന് നല്ലപോലെ പഠിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്. അതിനുള്ളൊരു ബുദ്ധി എനിക്കുണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഹാർഡ് വർക്കാണ്, അത് വർക്ക് ചെയ്യും. പക്ഷേ ഏജ് ഓവറിൻ്റെ ഒരു പ്രശ്നം വന്നു, ആ സമയത്ത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ എത്ര തവണ എഴുതി? ഞാൻ 4 തവണ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് ലിസ്റ്റിലൊക്കെ പെട്ടോന്നൊക്കെയാണ് ആ പരിധിയിൽ വരെ വന്നിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരവസരം കൂടി ഇല്ലായിരുന്നോ? അവസരം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസത്തിനപ്പുറം ആ അവസരം നഷ്ടപ്പെട്ടു. വ്യത്യാസമാണ്, മന്ത്ലി ഒരു പ്രതീക്ഷയാണ് അതൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ അധ്യാപക ജീവിതം എന്ന് പറയുന്നത്, അതുകൊണ്ട് എവിടെ പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികളുടെ ഒരു മാതൃക അധ്യാപകനാണ്. മാതൃക അധ്യാപനം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധാരാളം അധ്യാപകർ മാതൃകയായിട്ടുണ്ട്. അവരുടെ ഒരു അംശം എങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു മാതൃകയായിട്ട് അവരെടുത്തോട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ.